തക്കാളി മീൻകറിക്കൊക്കെ അങ്ങനെ പച്ചക്കറിയിലും തക്കാളി കുറവായിരുന്നു. ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ രാവിലെ ഞാൻ എണീറ്റ് കട്ടൻ ചായ ഇടാനൊക്കെ അടുപ്പൊക്കെ വൃത്തിയാക്കി ചാരമൊക്കെ വാരി മാറ്റി തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ആകെ ഒരു പുകമയമായിട്ട് നിൽക്കുവാണ് അടുക്കള. കുറേ സമയം കഴിഞ്ഞതിന് ശേഷമേ ഞാൻ എന്നും പറയത്തില്ലേ, നല്ലതുപോലെ തീ കത്തണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അത് കഴിയുമ്പോഴത്തേക്കും അങ്ങ് തീ നല്ലതുപോലെ അങ്ങ് പിടിച്ചോളും കേട്ടോ. അങ്ങനെ ദേ കട്ടൻ ചായ ഇട്ട് മാറ്റി വെച്ചു. ഒന്ന് ചൂടാറിയതിന് ശേഷം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ ഇറങ്ങി വന്നു, പൂവൊക്കെ ഒന്ന് നോക്കി. നമ്മുടെ ആ ചെടി ഉണ്ടല്ലോ, ഇന്നലെ പൂ പിടിച്ചിട്ടുള്ള, അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് നിൽക്കുന്നത് എന്തുവാന്ന് അറിയത്തില്ല കേട്ടോ. ഇത് കരിഞ്ഞ ഇലകളെല്ലാം ഒന്ന് നുള്ളിക്കളയണം. നല്ലതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട്, എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും നല്ലപോലെ വെയിലടിക്കുന്നുണ്ട് കേട്ടോ. അധികം വെയിൽ ഇതിന് കൊള്ളേണ്ട ചെടി ആയിരിക്കത്തില്ല. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി എങ്ങോട്ടെങ്കിലും വെക്കണം. കുറച്ച് നേരം കഴിയട്ടെ, രാവിലെ ആയതല്ലേ ഉള്ളൂ. അപ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് ഒതുക്കി വെക്കണം കേട്ടോ. അധികം സൂര്യപ്രകാശം തട്ടാതെ ഒന്ന് മാറ്റി വെക്കണം ഇത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ മൊത്തത്തിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുറ്റത്തൊക്കെ ഒന്ന് പോയി നോക്കി. എൻ്റെ ചെടികളും ഞാൻ നട്ടിട്ടുള്ള പയർ ചെടിയും എല്ലാം ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പന്നിശല്യം, അതുപോലെ കീരി, അങ്ങനെയുള്ള കക്ഷികളെല്ലാം രാത്രി ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ഈ ചെടികളും ഒക്കെ അടുക്കള വശമാണെങ്കിൽ രാവിലെ ഞാൻ എണീക്കുമ്പം മൊത്തം മണ്ണിളക്കിയിട്ടിരിക്കുന്നത് കാണാം കേട്ടോ. അതായത് ഒന്ന് പന്നി ആയിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ മുള്ളം പന്നി ഉണ്ടല്ലോ, അതായിരിക്കും. അപ്പോൾ മണ്ണൊക്കെ ഇളകി കിടക്കുന്നത് കാണാം. അടുക്കള വശത്ത് ഞാനൊന്നും നട്ടു വെച്ചിട്ടില്ല കേട്ടോ. മുന്നേയൊക്കെ പച്ചമുളകൊക്കെ നടുവായിരുന്നു ഉമ്മച്ചി. അപ്പോൾ ആ വശത്ത് ഞാൻ ഇപ്രാവശ്യം ഒന്നും വെച്ചിട്ടില്ല. കാരണം ഈ പന്നിശല്യം ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് ഒന്നും നട്ടുപിടിപ്പിച്ചിട്ടില്ല. അടുപ്പ് കത്തിച്ചപ്പോൾ 2 അടുപ്പ് ഞാൻ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നിൽ ഇഡ്ഡലിക്കുട്ടവും വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂട് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാനായിട്ടുണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇതേ മാവെല്ലാം നല്ലതുപോലെ മഞ്ഞ കട്ട പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഇഡ്ഡലി തട്ടിലേക്ക് ഓരോ തട്ടായിട്ട് മാവൊക്കെ കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറി വെക്കാനായിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. സാമ്പാറാണ് വെക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ട രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 2 കാപ്പിയുടെ പേര് പറയാം. ഒന്നാണെങ്കിൽ ഇത് നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും, ആ കോംബോ ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് അരിപ്പുട്ടും മീൻകറിയും. നല്ല ടേസ്റ്റ് അല്ലേ തലേന്നത്തെ മീൻകറിയും പുട്ടും കഴിക്കാൻ വേണ്ടിയിട്ട്. അത് അരിമാവ് വെച്ചിട്ടുള്ള പുട്ടാണെങ്കിലേ കഴിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ ദേ അകത്ത് വന്നു, മാവൊക്കെ കോരി തട്ടിലേക്ക് ഒഴിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കട്ടൻ ചായയുടെ ചൂട് എനിക്ക് കുടിക്കാൻ പാകത്തിനുള്ള ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ ചൂടോട് കൂടിയിട്ട് കുടിക്കുന്ന ഒരാളല്ല, കാരണം എനിക്ക് പല്ല് വയ്യ. ചില പേസ്റ്റിൻ്റെ പരസ്യത്തിൽ പറയുന്നത് പോലെ പുളിയും അതുപോലെ ചൂടും വായിൽ തട്ടാനായിട്ട് പറ്റത്തില്ല കേട്ടോ. എനിക്ക് പല്ല് ഭയങ്കര പുളിപ്പാണ്, അതാണ് പ്രശ്നം. അതിന് ഞാൻ പ്രത്യേകിച്ചൊരു പേസ്റ്റൊക്കെയാണ് കേട്ടോ തേക്കുന്നത്. ഞാൻ ഡോക്ടറെ കണ്ടിട്ട് അങ്ങനെ പേസ്റ്റൊക്കെയാണ് ഞാൻ തേക്കാറ്. അപ്പോൾ ദേ പച്ചക്കറിയൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഒന്ന് എടുക്കുന്നുണ്ട് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട്. ഇന്നാണേൽ മീനില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഉച്ചക്കലത്തേക്കും കൂടിയാണ് ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത്. വൈകുന്നേരം വരെ ഇത് ഓടത്തില്ല കേട്ടോ, കാരണം സാമ്പാറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ചിലവാണ്. പാപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ. അപ്പോൾ എന്ത് ചെയ്തു, ഉച്ചക്കലത്തേക്കും കൂടെ വേണ്ടിയിട്ടാണ് സാമ്പാർ നമ്മൾ രാവിലെ അങ്ങ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്ന് മീനില്ലാത്തത് കൊണ്ട് നമ്മുടെ ഈ ഒരു സാമ്പാറും അതുപോലെ എന്തെങ്കിലും മെഴുക്കുവരട്ടിയോ പപ്പടം ഇരിപ്പുണ്ട്, പപ്പടം പൊരിച്ച് ചമ്മന്തിയൊക്കെ അരച്ചിട്ടാണ് ഇന്ന് നമ്മുടെ ഉച്ചക്കലത്തെ കാര്യങ്ങളും കൂടി കഴിക്കേണ്ടത്. പറയാൻ വിട്ടുപോയൊരു കാര്യം ഇതിനിടയിൽ അങ്ങ് പറയട്ടെ. വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ചിരി വരുന്നു, മറ്റൊന്നുമല്ല കേട്ടോ. ആളുകൾ പ്രതീക്ഷിക്കും വേറെന്തോ പറയാൻ വരുവാന്നേ. അപ്പോൾ നമ്മളിത് പറയാതെ നമുക്ക് പറ്റത്തില്ല കേട്ടോ. കാരണം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിലും പുതിയ കൂട്ടുകാരൊക്കെ വന്ന് ചിലപ്പോൾ വീഡിയോ കണ്ടിട്ട് അങ്ങ് പോയാലോ, പിന്നെ ഈ വീഡിയോ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ പേരോ ഒന്നും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നടക്കത്തില്ല. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്നന്ന് ഇടുന്ന വീഡിയോ അങ്ങോട്ട് എത്തുകയും ചെയ്യും, നിങ്ങൾക്ക് ഇട്ട് കാണുകയും ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.
അങ്ങനെ ദേ നമ്മളെ ആദ്യത്തെ തട്ടിലെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ രാവിലത്തെ വീഡിയോ മാത്രമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. രാവിലെ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് രാവിലെ തന്നെ ഞാൻ കറികളും അങ്ങ് ആക്കിയിട്ടുണ്ട്. കാരണം ഉച്ചക്കലത്തേക്കും കൂടിയാണല്ലോ സാമ്പാർ വെക്കുന്നത്. പിന്നെ എന്താ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സൈഡ് ഒരു മെഴുക്കുവരട്ടിയോ തോരനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്താൽ മതി. ഇഡ്ഡലി ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണയോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന സമയത്തെ കുറച്ച് വെള്ളം, പച്ചവെള്ളം ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് സമയം ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി ഇങ്ങ് വിട്ടുപോരും. അങ്ങനെ നമ്മളെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കുക്കറിലോട്ട് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഞാൻ പറയാറുണ്ട്, രാവിലെ ഞാൻ കാപ്പിക്ക് എടുക്കുന്ന സാമ്പാറിന് പുളിപ്പ് അധികം ചേർക്കാറില്ല. ഇന്നിപ്പോൾ ഉച്ചക്കലത്തേക്കും കൂടി വേണം എന്നുള്ളത് കൊണ്ട് രണ്ടാമത് ഞാൻ പുളിപ്പിടത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പുളിവെള്ളം. പിന്നെ രാവിലത്തെ കഴിഞ്ഞതിന് ശേഷം ഒരിച്ചിരി പുളിവെള്ളം കൂടെ ചേർത്താൽ മതി ചോറിന് വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് ഞാൻ പ്രത്യേകതയുണ്ട് കേട്ടോ സാമ്പാർ വെക്കുന്നതിൽ. ഞാൻ സാധാരണ മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി ചേർക്കാറാണ് പതിവ്. ഇതിപ്പം സാമ്പാറിൻ്റെ പൊടി പച്ചക്കറി മേടിച്ചപ്പോൾ തന്നെ മേടിച്ചായിരുന്നു. അതുകൊണ്ട് ഞാനിന്ന് സാമ്പാറിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ നല്ല പൊടിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് കുത്തലുള്ള പൊടി, ഒരു വല്ലാത്തൊരു ചെവയുള്ള പൊടികളുണ്ട്, അതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും മുളക് പൊടി മല്ലിപ്പൊടി മാത്രം ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ സാമ്പാർ പൊടി നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ സാമ്പാറിന് പൊടിയൊക്കെ ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്തു. അതിലേക്ക് താളിച്ചൊക്കെ ഒഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ കുറുകി അടിപൊളി സാമ്പാർ കൂടെ റെഡിയാണ് കേട്ടോ. ഇന്ന് ഞാൻ കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ രാവിലെ അങ്ങനെ കാപ്പി അങ്ങനെ കുടിക്കുന്ന ഒരാളല്ല കേട്ടോ. എനിക്ക് പഴങ്കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമാണ് എനിക്കിഷ്ടം. ഞാൻ അങ്ങനെയാണ് കഴിക്കാറ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് എൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ആയതുകൊണ്ട് ഞാനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിന് കാപ്പിയൊക്കെ കൊടുത്തു. അവളവിടെ സൈക്കിളൊക്കെ ചവിട്ടുവാണ് കേട്ടോ. അതിൻ്റെ ബഹളമാണ്. ഇനിയിപ്പോൾ നാളെ പള്ളിയുണ്ട്, തിങ്കളാഴ്ച സ്കൂളൊക്കെ തുറക്കുമല്ലേ. ചോറ് വെക്കാൻ വേണ്ടി കലവും വെള്ളമൊക്കെ അടുപ്പിലോട്ടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കാപ്പി കുടിക്കാൻ വേണ്ടി വന്നിരുന്നത്. അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞാൻ മുറ്റമൊക്കെ അടിക്കണം. കാപ്പി കുടിച്ചിട്ട് വേണം മുറ്റം അടിക്കാൻ വേണ്ടി ഇറങ്ങാനായിട്ട്. ഇന്നെന്തോ ചെറിയൊരു മഴക്കോള് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇന്നലെ ചാറിയിട്ടുണ്ടായിരുന്നു. ഇന്നും രാവിലെ മുതലേ ചെറിയ മന്ദാരത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയാണ്. മഴ പെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പെയ്യുമെങ്കിൽ നമ്മുടെ മാവിൻ്റെ പൂക്കളെല്ലാം താഴെ പോരും. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു മഴ പെയ്തിട്ട് നമുക്ക് മാങ്ങയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. ഉള്ള പൂവെല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചു, ചായ ഇട്ടു, അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ തിളച്ച് കിടപ്പുണ്ട്. തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ചൂടായിട്ടേ ഉള്ളൂ. പക്ഷേ കുറച്ച് സമയം ഞാൻ മുറ്റത്ത് നിന്നപ്പോഴത്തേക്കും വെള്ളം നല്ലതുപോലെ അങ്ങ് ചൂടായിട്ടുണ്ട്. തിളയ്ക്കാൻ പാകത്തിനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മിയെടുക്കണം. ഞാൻ വിചാരിച്ചു ചമ്മന്തിയും അതുപോലെ സാമ്പാർ ഇരിപ്പുണ്ടല്ലോ. പിന്നെ എന്താ, നമ്മുടെ ഉപ്പിലിട്ട നെല്ലിക്കയൊക്കെ തീർന്നു പോയി കേട്ടോ. അത് 5 ദിവസം പോലും തികച്ചിരുന്നിട്ടില്ല. പിന്നെ ചമ്മന്തി അരച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ട്, അത് മെഴുക്കുരട്ടിയാക്കാം. അപ്പോൾ വെണ്ടയ്ക്ക ആകെ വാടിയിരിക്കുകയാണ് കേട്ടോ. ബീട്രൂട്ടാണ് ഞാൻ മെഴുക്കുരട്ടിക്ക് എടുത്തത്. പക്ഷേ വെണ്ടയ്ക്ക ആകെ വാടിയിരിക്കുന്നത് കൊണ്ട് അതങ്ങ് തീർത്ത് കളയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ തിരുമ്മി, പുളിയിട്ടു, മുളക്, അതുപോലെ കുറച്ച് കാന്താരി. അത്യാവശ്യം എരിവ് കൂട്ടുന്ന ഒരിതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെല്ലാവരും നല്ലതുപോലെ എരിവ് കഴിക്കും. അതുകൊണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കാന്താരി മുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പുളി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മുടെ ചമ്മന്തി ഒതുക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക കഴുകി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. അത് കഴിഞ്ഞ് കഴുകി വാരി അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളകും ഒരു സവോളയൊക്കെ അരിഞ്ഞ് കടുക് താളിച്ച് അതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലേശം ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നും പറയുന്നത് പോലെ വെണ്ടയ്ക്കയുടെ കൊഴുപ്പ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വാപ്പ പള്ളിയിൽ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു വിരുന്നുകാരുണ്ട്. വേറെ ആരുമല്ല, വല്യാപ്പാടെ മരുമകളാണ്, അതായത് മകൻ്റെ ഭാര്യയാണ് കേട്ടോ. അവരുടെ വീടിൻ്റെ വാർപ്പായിരുന്നു കേട്ടോ ഇത്. അതിന് വേണ്ടിയിട്ട് ചോറ് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ബാക്കി ജോലിയിലേക്ക് കടന്നു. വാപ്പ പള്ളിയിൽ പോയി കേട്ടോ.
അപ്പോൾ ഇതേ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച്, അപ്പോൾ പപ്പടവും കൂടെയൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. ഇത് രാവിലെ തന്നെ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ചോറ്, അതുപോലെ നമ്മുടെ ചമ്മന്തിക്ക് നല്ല കളർ മാത്രമല്ല അത്യാവശ്യം നല്ല എരിവും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ എരിവ് കഴിക്കും. എരിവുണ്ടെങ്കിലേ ചമ്മന്തിയൊക്കെ കൊള്ളാവും. ഉണ്ടമുളക് ഉണ്ടെങ്കിൽ അതാട്ടോ ഏറ്റവും നല്ലത്. പിന്നെ ഇതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. ചില ആളുകൾ വെണ്ടയ്ക്ക കഴിക്കാറില്ല, അത് ഒട്ടും അങ്ങനെ കൊഴുത്തിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ, കൊഴുകൊഴായിരിക്കുന്നത് കൊണ്ടാണ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം. അങ്ങനെ നമ്മുടെ സാമ്പാർ, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, പപ്പടം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വെജിറ്റേറിയൻ ലഞ്ച്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും.